ഫിഫ അണ്ടർ-17 ലോകകപ്പിന് പന്തുരുളാൻ ഇനി 5 ദിവസം മാത്രം. ഖത്തറിൽ നവംബർ 3 മുതൽ 27 വരെയാണ് കൗമാര കാൽപന്തുത്സവം നടക്കുക. ലോകകപ്പിന്റെ ഗംഭീരമായ വിജയത്തിന് ശേഷമാണ് ഖത്തർ ഫുട്ബോളിന്റെ അണ്ടർ-17 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അനീഷ പവാർ ചേരുന്നുണ്ട്. അനീഷ, ഇനി ദിവസങ്ങൾ മാത്രമാണ് ലോകകപ്പിന് ബാക്കിയുള്ളത്. ഖത്തർ ഒരുങ്ങിയോ? സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? യെസ്, ജീന സൂചിപ്പിച്ചതുപോലെ തന്നെ കാൽപന്ത് കളിയുടെ ആവേശത്തിലേക്ക് ഖത്തർ നീങ്ങുകയാണ്. വീണ്ടും ഇനി വെറും 5 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ, മത്സരങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ ഫിഫ അണ്ടർ-17 ലോകകപ്പിന് ഇനി വെറും 5 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. നവംബർ 3 മുതൽ 27 വരെയാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. ആകെ 48 ടീമുകളാണ് ഫിഫ അണ്ടർ-17 ലോകകപ്പിൽ മത്സരിക്കുന്നത്. അത് 104 മത്സരങ്ങളായിരിക്കും ആകെ ഉണ്ടാകുക. ഈ 48 ടീമുകളും 104 മത്സരങ്ങളായിരിക്കും കളിക്കുക. ആകെ മത്സരങ്ങളുടെ എണ്ണമാണ് ഈ 104 എന്ന് പറയുന്നത്. ഈ 48 ടീമുകളും ചരിത്രത്തിലാദ്യമായിട്ടാണ് 48 ടീമുകൾ മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ആകെ 24 ടീമുകളായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത്. അതിന്റെ ഇരട്ടി 48ആയി ഇത്തവണത്തെ ടീമുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് ഇത്തവണ മത്സരം ഇത്തിരി കടുപ്പമേറുമെന്ന് തന്നെയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വേദികളൊന്ന് നോക്കിയാൽ ഫൈനൽ ഒഴികെയുള്ള മറ്റ് മത്സരങ്ങളൊക്കെ നടക്കുന്നത് ആസ്പെയർ സോണിലാണ്. ഫൈനൽ മത്സരം നടക്കുന്നത് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലുമാണ്. ഇനി ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഖത്തർ തന്നെ ഇറങ്ങും. ഇറ്റലി ആയിരിക്കും എതിരാളി. ആകെ ഈ 12 ഗ്രൂപ്പുകളാണ്. ഈ 48 ടീമുകളെയും 12 ഗ്രൂപ്പുകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ 4 ടീമുകളാണ് ഓരോ ഗ്രൂപ്പിലും വീതം ഉണ്ടാകുക. അങ്ങനെ ആകെ 47 ടീമുകൾ മത്സരിക്കും. ഈ ഓരോ ഗ്രൂപ്പുകളിലെയും ആദ്യ 2 സ്ഥാനക്കാർ നേരിട്ട് നോക്കൌട്ടിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ മത്സരത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മികച്ച 8 മൂന്നാം സ്ഥാനക്കാർ കൂടി ഈ നോക്കൌട്ടിലേക്ക് എത്തും എന്നതുകൂടി മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ ഏതൊക്കെയാണ് ഈ ഫിഫ അണ്ടർ-17 ലോകകപ്പിലെ പ്രധാനപ്പെട്ട ടീമുകൾ എന്ന് നോക്കിയാൽ അതിൽ ആതിഥേയരായ ഖത്തർ ഗ്രൂപ്പ് എയിൽ തന്നെയുണ്ട്. ശക്തരായ ടീമാണ്. ഒപ്പം തന്നെ അർജന്റീന ഇല്ലാതെ എന്ത് ഫുട്ബോൾ എന്ന് പറയുന്നത് പോലെ ഇതിലും അർജന്റീന ആധിപത്യം പുലർത്തുമോ എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ഡിയിലാണ് അർജന്റീന ഉള്ളത്. അർജന്റീനയ്ക്കൊപ്പം തന്നെ ഗ്രൂപ്പ് ഡിയിലെ മറ്റ് പ്രധാനപ്പെട്ട ടീമുകൾ എന്ന് പറയുന്നത് ബെൽജിയം, ട്യൂണീഷ്യ, ഒപ്പം തന്നെ ഫിജി ടീമുകളാണ് ഉള്ളത്. അപ്പം ഇനി ആരാധകർ കാത്തിരിക്കുന്നത് ബ്രസീൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാനായിരിക്കും. ബ്രസീൽ ഉള്ളത് ഗ്രൂപ്പ് എച്ചിലാണ്. ഹോണ്ടുറാസ്, ഒപ്പം തന്നെ ഇന്തോനേഷ്യ, സാംബിയ എന്നിവർക്കൊപ്പമാണ് ഗ്രൂപ്പ് എച്ചിൽ ബ്രസീൽ കളിക്കുക. താരതമ്യേന ബ്രസീൽ ഇത്തിരി സ്ട്രോങ് ആണ് എന്ന് പറയാം. പക്ഷേ കളിക്കളത്തിലേക്ക് എത്തുമ്പോൾ കാര്യം മാറി മറിയുമോ എന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. മത്സരങ്ങളുടെ ഒരു സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ഇത്തവണ വാർ സംവിധാനം അഥവാ വീഡിയോ അസിസ്റ്റന്റ് റഫറി ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഈ ഫുട്ബോൾ കാണുന്ന ആരാധകർക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയായിരിക്കും. അതായത് ഈ റഫറിക്ക് പുറമെ ഈ പെനാൽറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനൊക്കെ ഒരു സഹായം തേടുന്നത് വാർ സംവിധാനമാണ്. ഇപ്പം വളരെ കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ വാർ സംവിധാനം ഫുട്ബോളിൽ ഉൾപ്പെടുത്തിയതാലും അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോളിൽ വാർ സംവിധാനം ഉണ്ടാകില്ല. പകരം ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് എന്ന സംവിധാനമായിരിക്കും. ഇത് നേരത്തെ ഉപയോഗിച്ചു വന്നതാണ്. അതേ സംവിധാനം തന്നെയാണ് ഇത്തവണയും ഉണ്ടാവുക. ഒപ്പം തന്നെ നമ്മൾ ഇത്തവണത്തെ കാര്യം പറയുമ്പോൾ അതിന്റെ ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കണമല്ലോ. ഈ ഗൾഫിൽ ആദ്യമായി ആതിഥേയത്വം വഹിച്ചത് അത് UAE ആണ്. 2013 ഗൾഫ് ആദ്യമായി ഈ അണ്ടർ-17 വേണ്ടി വേദിയാകുന്നത്. ഒപ്പം ഖത്തർ ഇത്തവണ ആദ്യമായാണ് വേദിയാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ജീന തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുമ്പ് 2022 ലോകകപ്പിന് ഖത്തർ വേദിയായതാണ്. അത് വിജയകരമായി പൂർത്തിയാക്കാൻ ഖത്തറിന് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഖത്തറിന്റെ ഫുട്ബോൾ ആവേശം എത്രത്തോളം ഉണ്ട് എന്ന് അന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ അണ്ടർ-17 കൂടി ഖത്തർ വേദിയാകുന്നത്. ഈ കഴിഞ്ഞ തവണ മത്സരങ്ങൾ നടന്നത് അത് ഇന്തോനേഷ്യയിലായിരുന്നു. അതിൽ ചാമ്പ്യന്മാരായത് ജർമ്മനിയായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ടീം എന്ന് പറയുന്നത് നൈജീരിയയാണ്. നൈജീരിയയ്ക്ക് 5 തവണ ചാമ്പ്യൻ പട്ടം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ബ്രസീലിനെ കുറിച്ച് സംസാരിച്ചല്ലോ. ബ്രസീൽ 2 തവണയാണ് കിരീടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഖത്തർ ഫുട്ബോൾ ആവേശത്തിലാണ്. ഇനി വെറും 5 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ജീന ഉള്ളത്.